أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 7-ാമത്തെ ആയത്ത് നമ്മൾ അവസാനം പറഞ്ഞു. അതിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ചിട്ടുള്ള പ്രവാചകന്മാരെല്ലാം അവർ പുരുഷന്മാരായിരുന്നു, മനുഷ്യന്മാരായിരുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിന് ശേഷമുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ഇതൊന്ന് ശ്രദ്ധിക്കാനുള്ള വമാ ജഅൽനാഹും ജസദല്ല അവിടെ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ജസദൻ ല എന്ന് ഓതാൻ പാടില്ല. ഈ നൂന് വെളിവാക്കാൻ പാടില്ല. ജസദല്ല ലാ യഅകുലൂന ലാ യഅകുലൂന അത്ത്വാമ ലാ യഅകുലൂന അത്ത്വാമ എന്ന് ഓതരുത്. ലാ യഅകുലൂന അത്ത്വാമ വമാ കാനൂ ഖാലിദീൻ ഖ ആണ്. പിന്നെ ثم صدقناهم صدق ഖാഫ് ഹുറൂഫുൽ ഖൽഖലയാണ്, സുക്കൂനാണ്. അപ്പം അതുകൊണ്ട് നല്ലോണം വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം. ثم
അവിടെ മീമ മണിച്ചിട്ട് ഓതണം. സുമ്മ സദഖനാഹുമുൽ വഅദ. വഅദ് വഅദ് എന്നുള്ള അയിന് സുക്കൂനാണ്. വഅദല്ല. ഖുർആനിൽ വഅദും ഉണ്ട് വഅദും ഉണ്ട്. ഇവിടെ വഅദാണ്. ഫഅൻജൈനാഹും അവിടെ നൂനെ മണിച്ചിട്ട് ഫഅൻജൈനാഹും വമൻ നശാ. വമൻ നശാ എന്ന് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ട് നൂന് അവിടെ ഒന്നിച്ചു വന്നു. ആദ്യത്തെ നൂന് സുക്കൂനാണ്. അപ്പൊ മറ്റേ നൂനേക്ക് ഒന്നിനെ ഇദ്ഗാം ചെയ്ത് ബിഗുന്ന, തൻവീനെ ഒന്നിനെ ഇദ്ഗാം ചെയ്ത് മണിച്ചു ഓതണം. വമൻ നശാ വമൻ നശാ. നശ എന്നുള്ള അവിടെ നിന്ന് പിന്നെ 5 or 6 ഹർക്കത്ത് നീട്ടണം. വമൻ നശാ വഅഹ്ലക്നൽ മുസ്രിഫീൻ. അഹ്ലക ആണ്. അതുപോലെ തന്നെ ലഖദ് അൻസൽനാ. ലഖദ് ഖാഫ് ദാലിന് സുക്കൂനാൻ ഹുറൂഫുൽ ഖൽഖല. അൻസൽനാ ഇലൈക്കും. അൻസൽനാ അവിടെ അൻസാന്ന് കിട്ടണം. അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും. കിതാബൻ ഫീഹി. കിതാബൻ എന്ന് പറയുന്നത് കിതാബൻ ഫീഹി ദിക്റുക്കും. ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മനുഷ്യന്മാരെയാണ് നാം ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അഹ്ലുൽ കിതാബിനോട് അല്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിച്ചു നോക്കാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ ജഅൽനാഹും നാം അവരെ ആക്കിയിട്ടില്ല, അഥവാ പ്രവാചകന്മാരെ ഞാൻ ആക്കിയിട്ടില്ല. എന്താക്കിയിട്ടില്ല? ജസദൻ. ജസദ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം, ബോഡി. അപ്പൊ നാം അവർക്കൊരു ജസദ് കൊടുത്തിട്ടില്ല. പ്രവാചകന്മാർക്ക് നാം ഒരു ജസദ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ജസദ് എങ്ങനത്തെ ജസദാണ്? പിന്നെ ആക്കിയിട്ടില്ല. എന്താക്കിയിട്ടില്ല? ലാ യഅ്കുലൂന തആമ. ഭക്ഷണം കഴിക്കാത്ത ഒരു ജസദ് പ്രവാചകന്മാർക്ക് നാം എന്ത് ചെയ്തിട്ടില്ല? ആക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രവാചകന്മാർ മനുഷ്യരാണ്. അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, വിശപ്പുണ്ടാകും, ദാഹമുണ്ടാകും. വിശപ്പുണ്ടായി കഴിഞ്ഞാൽ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. ഭക്ഷണം ആവശ്യം. കാരണം എന്ന് വെച്ചാൽ ഇത് ആർക്കുള്ള മറുപടിയാണ്? മക്കത്തെ മുശ്രിക്കുകളും അതുപോലെ തന്നെ പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ പ്രവാചകന്മാരായി വരേണ്ടത് ആരാണ്? മലക്കുകളാണ്. മലക്കുകളാണ് പ്രവാചകന്മാരായി വരേണ്ടത്. പിന്നെ മനുഷ്യന്മാര് പ്രവാചകന്മാരായി വന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഞങ്ങളോട് ഉപദേശിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി കൊടുക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വലൗകാന ഫിൽ അർദി മലായികത്തു യംശൂന മുത്മഇന്നൂൻ. ഭൂമിയിൽ മലക്കുകളാണ്, നല്ല രീതിയിൽ തന്നെ നടക്കുന്ന മലക്കുകളാണെങ്കിൽ ലനസ്സൽനാ അലൈഹിം മലക്കർ റസൂല. ഇവിടെ ഭൂമിയിൽ മലക്കുകളാണെങ്കിൽ ആ പ്രവാചകന്മാരെ മനുഷ്യന്മാരയക്കൂല. പിന്നെ ആരയക്കുള്ളൂ? മലക്കുകളയക്കുള്ളൂ. അവിടെ ഭൂമി മനുഷ്യന്മാരായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മനുഷ്യന്മാരെ പ്രവാചകന്മാരാക്കിയത്. കാരണം എന്താ? മനുഷ്യന്മാർക്കിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആരാണ്? മനുഷ്യന്മാരെന്നെ. കാരണം ഉദാഹരണം പറഞ്ഞാൽ നോമ്പ് വിൽക്കണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണം മലക്കും എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ? എന്താ പറയാ? നിങ്ങൾക്ക് നല്ല സുഖം, ഭക്ഷണം കഴിക്കണ്ടല്ലോ, നമ്മളെ പട്ടിണി കിടക്കണം, നിങ്ങൾക്ക് അറിയാമല്ലോ. മനുഷ്യന്മാരുടെ വികാര വിചാരങ്ങളും ഭക്ഷണം കാര്യങ്ങളും ഒക്കെ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷമയും കരച്ചിലും സങ്കടവും ഒക്കെ ഉള്ള ആളുകളാണ് പ്രവാചകന്മാരാണ്ട്. അപ്പോഴാണ് മനുഷ്യന്റെ വികാര വിചാരങ്ങൾ അതിനൊരു മാതൃകയാകാൻ പ്രവാചകന്മാർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും പ്രവാചകൻ നിങ്ങൾക്ക് മാതൃക ഉണ്ട്. മാതൃക ആകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും പ്രവാചകൻ അറിയണം. പ്രവാചകനും അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയും വേണം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, അവർക്ക് ജോലിയുണ്ട്, പ്രയാസങ്ങളുണ്ട്, ടെൻഷനുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വേദന ഉണ്ട്, മറവിയുണ്ട്, പിന്നെ ഉറക്കുണ്ട്, ക്ഷീണുണ്ട്, എല്ലാം പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് വമാ ജഅൽനാഹും ജസദൻ ലാ യഅ്കുലൂന തആം. ഭക്ഷണം കഴിക്കാത്ത പിന്നെ ജസദകളായി ഒരു പ്രവാചകനെയും നാം ആക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം വമാ കാനൂ ഖാലിദീന. വമാ കാനൂ അവരാരും ആയിട്ടില്ല. ഖാലിദീൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ശാശ്വതന്മാരായിട്ടില്ല. ദുനിയാവിൽ എന്തായിട്ടില്ല? ശാശ്വതന്മാരായിട്ടില്ല. ഒരു പ്രവാചകനും മരിക്കാതെ ഇവിടെ എന്ത് ചെയ്യൂല?
അവശേഷിക്കൂല. അപ്പൊ ഒരു ചോദ്യം, എന്ത്, ഈസാ നബി മരിച്ചണോ? മരിച്ചില്ലല്ലോ. അപ്പൊ ഈ ആയത്തിനെതിരാവില്ലേ? എതിരാവോ? അള്ളാഹ് എന്താ പറഞ്ഞത്? ദുനിയാവിൽ ഒരു പ്രവാചകനും നാം ശാശ്വതമായി ജീവിക്കാൻ അവസരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈസാ നബിയും എന്ത് ചെയ്യും? മരിക്കും. ഇപ്പൊ മരിച്ചിട്ടില്ല എന്നുള്ളൂ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഹജ്ജ് ചെയ്യും. അവസാനം മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബി സന്ദർശിക്കും. അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടും എന്നാണ് ചില ഹദീസുകളിൽ നിന്നും അസറിനൊക്കെ മനസ്സിലാണ്. അല്ലാഹു ആലം. അപ്പൊ ഈസാ നബിയും എന്ത് ചെയ്യും? മരിക്കും. മനസ്സിലല്ലേ? അപ്പൊ ഈസാ നബിയുമായിട്ട് മരണത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രം ഇങ്ങനൊരു പ്രത്യേകത? മറ്റു പ്രവാചകന്മാരൊക്കെ മരിച്ചല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മരിച്ചു. ഒരു കവി, അറബി കവി പറഞ്ഞു, ലൗകാന ദുനിയ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ എന്നൊരു അറബി കവിത ഉണ്ട്. അതായത് ലോകത്ത് ആരെങ്കിലും ശാശ്വതനായി മരിക്കാതെ നിൽക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ആരാധന അവകാശം ഉണ്ട്? ഏറ്റവും അവകാശം ആർക്കുണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. പക്ഷെ നമ്മളെ ഇപ്പം മരിച്ച ഖുറാത്തങ്ങളുണ്ടല്ലോ, ഒരു പറഞ്ഞാലും റസൂൽ മരിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നയാൾ പറഞ്ഞവൻ കാഫിറാണെന്നാ പറഞ്ഞു. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് മാറിക്കിടന്നാണ്. ഒരു റൂമിൽ നിന്ന് മാറിക്കിടന്നുണ്ടെങ്കിൽ ആളുടെ മറപടാൻ പറ്റുമോ? ഒരു റൂമിൽ നിന്ന് ഇപ്പൊ ഈ റൂമിൽ കിടക്കുന്ന ആൾ ആ റൂമിൽ കിടന്നാൽ മയ്യത്ത് മറപടാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി എന്താ പറഞ്ഞത്? മൻ കാന അബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹുവിടെ ജീവനോടുണ്ട്, അല്ലാഹു മരിച്ചിട്ടില്ല. വമൻ കാന യഅബ്ദു മുഹമ്മദൻ, മുഹമ്മദ് നബി ആരെങ്കിലും ആരാധിച്ചെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു. നമ്മളെ ചില അങ്ങോട്ട് മൂപ്പര് ആറും ബന്ധിച്ചാനോടെ ഭയങ്കര ബേജാറ്. ഇതാ ഇപ്പൊ റസൂല് മരിച്ചിട്ടുണ്ട്, റസൂല് മരിച്ചിട്ടില്ല എന്നാ പറഞ്ഞ അഖീദ ശരിയല്ല. കാരണം അള്ളാഹ് പറഞ്ഞു ഇന്നക മയ്യിത്തുൻ. അള്ളാഹ് പറഞ്ഞു റസൂലിനെ പറ്റി ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ. നബി നിങ്ങൾ മരിക്കും, എല്ലാവരും മരിക്കും. ഈസാ നബിയും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ. മരണമില്ലാത്തവൻ ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ജിബ്രീൽ മരിക്കും, മീകായിൽ, എല്ലാവർക്കും മരണമുണ്ട്. അതൊക്കെ അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് നടക്കും. മലക്കുൽ മൗത്തിന് വരെ മരണമുണ്ട്. മലക്കുൽ മൗത്തിന് മരണമുണ്ട്, മരണത്തിന് മരണമുണ്ട്. മരണം അള്ളാന്റെ സൃഷ്ടി. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. മരണവും അള്ളാന്റെ സൃഷ്ടിയാണ്. മരണത്തിനോട് വെച്ചിട്ട് മരിപ്പിക്കുക ആളുകളെ. ഒരാളുകളെ വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കുമായതിനു ശേഷം കഴിഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം എന്ന് പറയുന്ന സൃഷ്ടിയുണ്ട്. അതല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത. മരണത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഒരു സിറാത്തിൽ മരണത്തെ കൊണ്ടുവരികയും അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു അതിനെ മരിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് മലക്കുകൾ വിളിച്ചു പറയും, എല്ലാ മൗത്തലക്കും, സ്വർഗത്തിലേക്ക് നോക്കി പറയും, ഇനി നിങ്ങൾക്ക് മരണമില്ല, ജീവിച്ചോളൂ. സ്വർഗവാസികൾക്ക് വലിയ സന്തോഷവും. അള്ളാഹു തൗഫീഖ് മാറട്ടെ. നരകത്തിലുള്ള ആളുകളിലേക്ക് നോക്കി പറയും, ഇനി നിങ്ങൾക്കും മരണമില്ല. അവർക്ക് വലിയ പ്രയാസമാവും. കാരണം മരിച്ചിട്ടും കഴിച്ചില്ല എന്നുള്ള ആൾക്കാണ് ആൾ നിൽക്കുന്നത്. അപ്പൊ മരണത്തിനും മരണമുണ്ട്, എല്ലാവർക്കും. അത് ഒമാക്കാനു ഖാലിദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെയും നാം ഇവിടെ ശാശ്വതനായി അവശേഷിപ്പിച്ചിട്ടില്ല. അങ്ങനെ അവശേഷിപ്പിക്കാൻ വല്ലവർക്കും അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതാരാകുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മരണം ഏത് സമയത്തും ആർക്കും വരാം. പ്രവാചകന്മാരുടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മരണം പോലല്ല. നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ വയനാടൊക്കെ നമ്മൾ കണ്ടല്ലോ. അള്ളാഹു ദുരിതങ്ങൾ നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ പ്രവാചകന്മാർക്ക് മരണം എപ്പോൾ വേണമെന്നുള്ളത് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഇഖ്തിയാറുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിട്ട്. അതായത് ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ മരിക്കണമെന്നത് തെരഞ്ഞെടുക്കാനുള്ള അവസരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? അമ്പിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൂതൻ എൻ്റെ അടുക്കൽ വന്നു. ദുനിയാവ് വേണമോ ആഖിറം വേണമോ എന്ന് ചോദിച്ചു. ഞാൻ ആഖിറം തെരഞ്ഞെടുത്തിരിക്കുന്നു.
ഇത് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. മക്കൾക്കൊന്നും മനസ്സിലായില്ല. മക്കൾക്കൊന്നും മനസ്സിലായിട്ട് എന്താ പറഞ്ഞു വിശ്വാസം പറഞ്ഞെന്ന്. കാരണം സഹാബത്ത് എല്ലാവരും ഒരേ ഫഹമിലല്ല, എല്ലാവരും ഒരേ ഇൽമുള്ള ആൾക്കാരല്ലല്ലോ. കാരണം പലരും ചില കാര്യങ്ങൾ ചില ആളുകൾ വേഗം മനസ്സിലാവും. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ എന്താ കരഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിട്ടുപോയി പരലോകത്തേക്ക് പോകാൻ മരണം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അമ്പിയാക്കന്മാർക്ക് ഇഖ്തിയാറുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും മറ്റു പ്രവാചകന്മാർക്കൊക്കെ. അത് അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല. പക്ഷെ മരിക്കും, മരണത്തിന് ഞാൻ മരിക്കണില്ല അറിയാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? മരിക്കും. പക്ഷെ അത് ഏത് സമയത്ത് വേണം എന്നുള്ളത് എന്ത് ചെയ്യാൻ അവർക്ക് സെലക്ട് ചെയ്യാം. അത് അമ്പിയാക്കന്മാർക്കുള്ള പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്ത് ഒമാത്തതിരി ദിവസം ബേജർദും തമൂത്ത് എവിടെയാണ് മരിക്കാന്നറിയില്ല. നിങ്ങൾ ആലോചിച്ച് അള്ളാഹു നമ്മെ കാത്തിരിച്ചുമാറുണ്ട്. വയനാട്ടിൽ മരിച്ച കടന്നിറങ്ങിയ ആളുകൾ മയ്യത്തിനോടുന്നാണ് ഇടവണ്ണെന്നും മറ്റേ പിന്നെന്താ പറയുക മുണ്ടേരിയിൽ നിന്നും അവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അതൊക്കെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഒമാഖാനു ഖാലിദീന, നാം അവർക്കൊരു ഖുലൂദ് വെച്ചിട്ടില്ല. പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ എല്ലാവരും ശാശ്വതന്മാരായിരിക്കും. പിന്നെ അമ്പിയാക്കന്മാർക്ക് നാം അവരുടെ വഅദിനെ പൂർത്തീകരിച്ചു. സദഖനാഹും, ആ അമ്പിയാക്കന്മാരെ പറ്റിയാണ് പറഞ്ഞത്. അമ്പിയാക്കന്മാരോട് നാം സ്വതഖ നടന്ന സത്യപ്പെടുത്തിയിരിക്കുന്നു. സദഖനാഹും, നാം അവർക്ക് സത്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അൽ വഅദ, വാഗ്ദാനം. അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് അമ്പിയാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദാനം വെച്ച പരിശുദ്ധവാസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ദീന് ലഗലിബൻ ഹാദദ്ദീൻ, ഈ ദീൻ ഇവിടെ അതിജയിക്കും. എത്രത്തോളം ചോദിച്ചാൽ ഭൂമിയിൽ ഒരു വലാ ബൈത്ത് മദറും വലാ ബദർ, ഒരു പിന്നെ കൊട്ടാരമോ അല്ലെങ്കിൽ ഒരു കുടിലോ അവശേഷിക്കുകയില്ല. ഇല്ലാ ദഖല ഇലൈഹ ഹാദദ്ദീൻ, ഈ ദീൻ അവിടെ എത്തിയിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് കൊടുത്തൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം എന്ത് ചെയ്യും? അള്ളാഹു പൂർത്തീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഈ ദീൻ ഉണ്ടാവില്ല കേട്ടോ, നമ്മളിലാണ് ഇവിടെ ആകെ താങ്ങി നിർത്തുന്നത് എന്ന ചിന്ത ഉണ്ടാവണം. അള്ളാഹ് പറഞ്ഞെന്താ? പിന്നെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. വല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹ് അവന്റെ ദീനിന്റെ പ്രകാശം ഇവിടെ എന്ത് ചെയ്യും? പൂർത്തിയാക്കും. അള്ളാഹ് പൂർത്തിയാക്കും. കാരണം അത് അള്ളാന്റെ വാഗ്ദാനമാണ്. അത് അസുമ്മ സദഖനാഹുമുൽ വഅദ, പിന്നീട് നാം അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏത് പ്രവാചകന്മാരാണെങ്കിലും അള്ളാഹ് കൊടുത്ത വാഗ്ദാനം അതിനവർത്തിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രവാചകന്മാരെ അള്ളാഹു സഹായിക്കും എന്നുള്ളതാണ്. പ്രവാചകന്മാരെ പിന്നെ ആദർശ പ്രബോധനം നടത്താൻ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് പൂർത്തീകരിച്ചിട്ടാണ് ലോകത്തിനോട് പറഞ്ഞിട്ടുള്ളത്. പൂർത്തീകരിച്ചിട്ട് ലോകത്തിനോട് പറഞ്ഞിട്ടുള്ളൂ. കാരണം മുൻപ് തന്നെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. സുമ്മ സദഖനാഹുമുൽ വഅദ, അങ്ങനെ വഅദ് വന്ന് ആ സന്ദർഭത്തിൽ പിന്നെ ദീന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക വെച്ചാൽ പിന്നെ അവർക്കെതിരെ ഹുജ്ജത്ത് ഉണ്ടായിക്കഴിഞ്ഞു. അഥവാ ദീന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പിന്നെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിന്നെ അള്ളാഹിന്റെ അടുക്കൽ എന്തുണ്ടാവില്ല? ഒരു ഇളവുണ്ടാവില്ല. ആ ഇളവില്ലാത്ത ആളുകളെ ചിലപ്പോൾ ചിന്ത ചെയ്യും. അഞ്ചൈനാഹും നശാവും, നാം ഉദ്ദേശിക്കുന്ന ആളുകളെ ചിലപ്പോൾ നാം രക്ഷിക്കും. വഅഹ്ലക്നൽ മുസ്രിഫീൻ, അതിര് കവിഞ്ഞ ആളുകളെ നാം ശിക്ഷിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അത് പറഞ്ഞ സുമ്മ സദഖനാഹുമുൽ വഅദ, അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹ് നിറവേറ്റിയിട്ടേ അള്ളാഹ് എന്ത് ചെയ്യുള്ളൂ? ശിക്ഷിക്കുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ദീനിന്റെ ഹുജ്ജത്ത് എത്താത്ത ഒരാളുകളെ അള്ളാഹു അദാബ് ഇറക്കൂല, പരീക്ഷണം ഉണ്ടാവും. അള്ളാഹിന്റെ അദാബ് എപ്പോഴും അറിഞ്ഞ ദീനിന്റെ ഹുജ്ജത്ത് അവൻ എത്തിയെങ്കിൽ മാത്രം. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ ഇത്തരം പ്രകൃതി പിന്നെ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ ഒറ്റയടിക്ക് അതൊക്കെ അള്ളാഹിന്റെ അദാബാണ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അദാബ് അയക്കുന്നത് ആർക്കാണ്? ദീനിന്റെ ഹുജ്ജത്തുകൾ പൂർണ്ണമായി കിട്ടുകയും അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന
ആളുകൾക്കായിരിക്കും. അതേസമയത്ത് രണ്ടും പറയാൻ പോണ്ട, ഞാൻ അള്ളാന്റെ അതാബ് എല്ലാന്നും പറയാൻ പോണ്ട, അള്ളാന്റെ അതാബ് ആണെന്ന് എന്ത് ചെയ്യണ്ട പറയാൻ പോണ്ട. അതൊക്കെ നമ്മൾക്ക് ചില ഗുണപാഠങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കുന്നില്ലാതെ ഇപ്പൊ ഇത് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ബുദ്ധിയില്ലാത്ത യുക്തിവാദികളുണ്ടല്ലോ, ഒരു പറയും പിന്നെ എന്തൊരു ചെറിയ കുട്ടികളാണ്, പിന്നെ കുറെ ആൾക്കാർ മരിച്ച്. അപ്പം അള്ളാഹുവിന്റെ കാരണത്തെ പറ്റി ചോദ്യം ചെയ്യാം. ആര് ഇത്ര പോന്ന മനുഷ്യനെ ഒരു ഉരുളക്കലിന്റെ തലയിൽ കൂടെ വന്നാൽ തടുക്കാൻ കഴിയാത്തവനാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചറബിന്റെ കാരണത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യണ് ചോദ്യം ചെയ്യണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഞാൻ ആ വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയാത്തതുകൊണ്ട് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മൾ ചിന്തിക്കും, പടച്ചവന് ആ കുട്ടികൾക്ക് എന്ത് തെറ്റായത്, അല്ലെങ്കിൽ ലോകത്ത് പിന്നെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്ത് തെറ്റ് ചെയ്യുന്നുണ്ടോ. നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ സുന്നത്ത് എന്താ വെച്ചാല്, പിന്നെ മനുഷ്യന്മാരെ അള്ളാഹു ഉണ്ടാക്കിയതിന് എന്തിനാ അറിയാം, പരീക്ഷ. ഇത് ഈ ദുനിയാവ് എന്ന് പറയുന്ന പരീക്ഷണശാല, പരീക്ഷകളാണ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ട് എവിടെ ആക്കി? സ്വർഗത്തിൽ. എന്നിട്ട് ആദ്യം കൊടുത്ത നിർദ്ദേശം എന്താ നിർദ്ദേശം? സ്കരിക്കണം മുമ്പിൽ കിടന്ന അല്ലല്ലോ, പിന്നെന്താ പറഞ്ഞത്? ലാ തഖറബ ഹാദിഹി ശജറ. പരീക്ഷണമാണ്. ഒന്നാമത്തെ മനുഷ്യൻ എന്നെ പരീക്ഷണം കണ്ടോ. അപ്പൊ അതിനാണ് അള്ള മനുഷ്യന്മാരുണ്ടാക്കിയ. ഒന്നാമത്തെ മനുഷ്യനെ ആദം നബിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ള പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ മനുഷ്യന്മാർക്ക് താങ്ങാൻ കഴിയുന്നുണ്ടാകും, താങ്ങാൻ കഴിയാത്തുണ്ടാകും. നല്ല കഠിനമായ പരീക്ഷണത്തിനനുസരിച്ച് കൊണ്ട് കഠിനമായ പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ലോകത്ത് മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ അയാൾ സ്വർഗത്തിലേക്ക് എത്തിയാൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന് ദുനിയാവിലേക്ക് മടങ്ങി വരണമെന്ന് ഒരേ ഒരു കൂട്ടരെ ആഗ്രഹിക്കുള്ളൂ. ആരാ ആരാ ആര്? രക്തസാക്ഷികൾ. അള്ളാഹു മങ്ങോട്ട് കിട്ടും. ഇവിടുത്തെ സഹാബത്ത് പറഞ്ഞു, ആരാ ഷഹീദ്? അള്ളാഹിന്റെ മാർഗത്തിൽ രക്തസാക്ഷി ആളുകൾ ഷഹീദാണ്. അപ്പൊ നബി ഇദൻ ഫിൽ ഉമ്മത്തി ശുഹദാ ഖലീൽ, എന്റെ ഉമ്മത്തിൽ അങ്ങനെ ഷഹീദന്മാർ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അൽ മത്ഊൻ ഷഹീദ്, പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടവൻ ഷഹീദാണ്. ബിൽഡിംഗ് തകർന്ന്, വീട് തകർന്ന് ഉള്ളിൽ പെട്ട് മരണപ്പെട്ടവൻ ഷഹീദാണ്. വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദാണ്. വയറിന്റെ അസുഖം ബാധിച്ച് പ്രസവത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ മരിച്ചാൽ അവൻ ഷഹീദാണ്. ഇതെന്താ പ്രത്യേകത? പ്രവാചകൻ ഈ പറഞ്ഞ ആളുകളൊക്കെ നോക്കി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മരിക്കുന്ന ആളുകൾ. അപ്പൊ വെള്ളത്തിലൊക്കെ മുങ്ങി മരിക്കുന്നതാണ് വല്ല കാത്തിരശികുമാർ. വെള്ളത്തിലൊക്കെ മുങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മരണമാണ്. ആ ബുദ്ധിമുട്ടുള്ള മരണത്തിനനുസരിച്ച് അള്ളാഹു നീതിമാനാണല്ലോ. പരീക്ഷണത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് എവിടെ എന്തുണ്ടാവും? പരലോകത്ത്. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യന് ഷഹീദിന്റെ കൂലി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലെ ബെഡിലെല്ലാം മരിപ്പിക്കുക, അവരെ വീട് തകർത്തിട്ടാണ് അവരെ മരിപ്പിക്കുക. മനസ്സിലായില്ലേ? അള്ളാഹു ഒരാൾക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഓനെ ചിലപ്പോൾ അവന്റെ വീട് തകർത്തി വെള്ളപ്പൊക്കത്തിലാണ് അവനെ മരിപ്പിക്കുക. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ ഉഹദ് യുദ്ധം നടന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് പരിക്കേറ്റിയല്ലോ. ബദറിൽ മുസ്ലിമുകൾ വമ്പൻ വിജയം നേടി. പക്ഷെ ഉഹദിൽ വലിയ തിരിച്ചടി ഉണ്ടായി. ആദ്യഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കം പരിക്ക് പറ്റി. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങളിൽ 70ഓളം ആളുകൾ ശുഹദാക്കളായി. അപ്പൊ ചില ആളുകൾക്ക് സംശയം, നമ്മള് പിന്നെ ഹക്കിലല്ലേ, റസൂലുള്ളാഹിന്റെ ബദറിൽ പങ്കെടുത്തു, അല്ല ഉഹദിലും പങ്കെടുത്തു, എന്നിട്ട് നമുക്ക് എന്തേ സഹായിക്കും? അപ്പൊ അതിന് അള്ളാഹ് മറുപടി കൊടുക്കണം. നിങ്ങൾക്കൊരു പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്തിനറിയോ? വലിയഅലമ അല്ലാഹുല്ലദീന ആമനൂ, നിങ്ങളിൽ ആർക്കാണ് നല്ല ഈമാനുള്ളത് അള്ളാഹ്ക്ക് മനസ്സിലാക്കാനും, വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്ന് ഷഹീദുകൾ ഉണ്ടാക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുന്നത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മുസ്ലിമീങ്ങൾക്കൊരു ദുരന്തം ബാധിച്ചതിൽ ഒരുപാട് മുസ്ലിമീങ്ങൾ മരിച്ചാൽ
നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങൾക്ക് വലിയ ദുരന്തമായിരുന്നില്ല. എന്താണ്? ആ ആളുകൾക്ക് ഒരു പക്ഷെ അള്ളാഹു അവർക്ക് ഈമാനും സിദ്ദഖും അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹീദിന്റെ കൂലി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഫലസ്തീനിലൊക്കെ എത്ര പിഞ്ചോമന പൈതങ്ങളാണ് കൊല്ലപ്പെടുന്നത്. അവർ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ? എത്ര നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ ബോംബിടാണ്. ആലോചിച്ച് നോക്കി. വീട്ടിലേക്ക് സാധനം വാങ്ങി വരുന്ന പിതാവിന്റെ തലയിലേക്ക് ബോംബ് വീഴുക. അവർ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടോ? ഒരു കുറ്റം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ കൊല്ലപ്പെടുന്നത്? ശുഹദാ, നിങ്ങളിൽ നിന്ന് ചില ആളുകളെ ഷഹീദാക്കണം അള്ളാന്റെ സുന്നത്താണ്. ആ സുന്നത്ത് നടപ്പിലാക്കും. അപ്പൊ ആ നടപ്പിലാക്കുമ്പം അതിനനുസരിച്ചുള്ള ചില സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്നുവോ അത്ര അനുസരിച്ചു കൊണ്ടാണ് പരലോകത്തുണ്ടാകുക, ദർജ ഉണ്ടാകുക. മനസ്സിലല്ലേ? അതുകൊണ്ട് ആലോചിക്കുമ്പോൾ ദുനിയാവിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. ചില ആൾ പറയും അള്ളാഹു എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത്. ഇതൊക്കെ പൊട്ട ചോദ്യം എന്നല്ലാതെ വാട്ടാനി പൊട്ടന്മാരെന്നല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, IAS പരീക്ഷ ഉണ്ട്. IAS ISS ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷ എന്നാണ്. ഒരു IAS പരീക്ഷ ഒരു SLC-ക്കാരൻ പോയിട്ട് എഴുതാണ്. അവൻ തോറ്റ് തൊപ്പിട്ട് പോകുന്നു. എന്നിട്ട് അവൻ പറയണെന്ത്? എന്തൊരു ടൈറ്റാണ് പരീക്ഷ, എന്താ ഈ പരീക്ഷ നടത്തുന്ന ആളുകൾ എന്തൊരു ക്രൂരന്മാരാണ്, എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ ഇതൊക്കെ ഒന്ന് ലളിതമാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ പരീക്ഷ ഭയങ്കര ടൈറ്റ് ആക്കിയാൽ ആ പരീക്ഷ നടത്തുന്ന ആൾ ക്രൂരൻ എന്നതിന്റെ അർത്ഥം ഇല്ലല്ലോ. അപ്പൊ അത് പാസ്സാകണ്ടോലെ എന്ത് ചെയ്യണ്ടുള്ളൂ? പഠിച്ചെടുത്ത് പാസ്സാകണ്ടേ ഉള്ളൂ. അത് പാസ്സായാലേ അവരനുസരിച്ച് ശമ്പളം എന്ത് ചെയ്യും? കൂടും. നേരെ LD കിടക്കാണ് SLC തോറ്റാലും മതി ചിലപ്പോൾ. അപ്പൊ ഓനനുസരിച്ച് പരീക്ഷ എന്ത് ചെയ്യും? നേരെ പറഞ്ഞ പോലെ അവസ്ഥയല്ലേ. നമ്മൾ പരീക്ഷയുടെ കാഠിന്യം അനുസരിച്ച് കൊണ്ട് ഓന്റെ ദർജ എന്ത് ചെയ്യുന്നുണ്ട്? ദുനിയാവിൽ കൂടുന്നില്ലേ? കൂടുണ്ടല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഓന്റെ സാലറി ശമ്പളം കൂടും. കാരണം അത്രയും ടൈറ്റ് പരീക്ഷ അഭിമുഖീകരിച്ചിട്ടാണ് എന്ത് ചെയ്ത പരീക്ഷ പാസ്സായത്. അതേ സമയത്ത് SLC പാസ്സാകാത്തവർക്ക് ഇവിടെ പരീക്ഷ ഉണ്ട്. അവർക്ക് അത്ര ടൈറ്റ് ഉണ്ടാവില്ല, അവർക്ക് അത്ര സാലറി ഉണ്ടാവുള്ളൂ. ദുനിയാവിൽ മനുഷ്യന്മാർക്കുള്ള അതേപോലെ തന്നെ അള്ളാന്റെ സുന്നത്ത്. അപ്പൊ ടൈറ്റ് പരീക്ഷ നടത്തുന്നവര് ക്രൂരന്മാരും എല്ലാരും പാസ്സാക്കണോല് ഭയങ്കര നീതിമാന്മാര് വേണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഓനല്ല പൊട്ടൻ. അപ്പൊ ഇത് വലിയ ചോദ്യം ചോദിക്കാണ്. അള്ളാഹു പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, അതാണ് പരീക്ഷ. ദുനിയാവിൽ അള്ളാഹ് മനുഷ്യനുണ്ടാക്കി എന്തിനാണ്? പരീക്ഷിക്കാനാണ്. ആ പരീക്ഷണത്തിന്റെ കാഠിന്യം അനുസരിച്ചുകൊണ്ട് എന്തുണ്ടാവും? പരലോകത്തിൽ അവന് അതിന്റെ ഗുണമുണ്ടാവും. പിന്നെ ഞാൻ ഒരായത്ത് കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ഈമാൻകാര്യമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാൽ, ഇപ്പൊ സൂറത്തു ഹദീദിലെ ഒരായത്തുണ്ട്, ഖളാ ഖദറുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഇത് നമ്മളെല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. ഇപ്പൊ എന്താ വെച്ചാൽ ചില നിങ്ങൾ ആലോചിക്കും വലിയ പ്രയാസമാണ് അവിടെ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ ഒക്കെ ഉണ്ടെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാനും സഹിക്കാനുമുള്ള തെളിവുകളൊക്കെ അള്ളാഹുവോടും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഖദറുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖദറിലുള്ള വിശ്വാസം ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു ആത്മസമാധാനം ഉണ്ടല്ലോ. ശരിക്ക് ആ ഖദറിലെ വിശ്വാസം ഇല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ പിരാന്താവില്ല. യുക്തിവാദികൾക്കില്ല, ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പിരാന്താകാത്തത്. അവർക്ക് വികാരങ്ങളും വിചാരങ്ങളും ഇല്ലാത്തതുകൊണ്ട് പിരാന്താകാത്തത്. അതേസമയത്ത് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ആൾക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു മുസ്ലിം പിടിച്ചിക്കണമെന്നുകൊണ്ടാ ഈ വിശ്വാസമുള്ള. കേട്ടോ, അള്ളാഹ് പറയുന്നു, മാ അസാബി മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും. ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ അത് ഉണ്ടായിട്ടില്ലാതെ. മീൻ ഖബ്ലി അൻ നബ്റഹ, ആ മുസീബത്ത് നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പ് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു മുസീബത്തും എവിടെയും ഉണ്ടാവും. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല, ഭൂമിയിൽ ഉണ്ടാവുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചത് വളരെ എളുപ്പമുള്ള കാര്യം. ഇനി അടുത്ത ആയത്ത് എന്താ അറിയും? ഇതെന്തിനാണ് അള്ളാഹ് ഇങ്ങനെ രേഖപ്പെടുത്തി? അള്ളാഹ് കണക്കാക്കി വെച്ചാണ് അതുണ്ടാവും ഇവിടെ. നിങ്ങൾക്ക് ലഭിക്കാത്തൊരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാനാണ്. കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും
വലാ തഫ്റഹൂ ബിമാ ആതാകും, നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കണം. ഇതൊക്കെ എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് അമിതമായി നിങ്ങൾ സന്തോഷിക്കും വേണ്ട. നിങ്ങൾക്കൊരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ അമിതമായി ദുഃഖിക്കും വേണ്ട. അതൊക്കെ നമ്മൾ കണക്കാക്കിയതാണ് എന്ന വിശ്വാസം ആണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഫഖർ നടിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളയും. ഞാൻ പറഞ്ഞ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസം വന്നാലും അള്ളാഹ് കണക്കാക്കിയതാണ്. അൽഹംദുലില്ലാഹ് വമാ അസാബ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ കൗനിയായ ഇതിനോടുകൂടി അല്ലാതെ ഒരു മുസീബത്ത് ഇവിടെ നടക്കണില്ല. അതുകൊണ്ട് ഈ മുസീബത്ത് വരുമ്പം കുറച്ച് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ കടന്നു കണ്ടിങ്ങനെ മലിനമാക്കാനുള്ള ചില ആൾക്കാർ. നമ്മുടെ ഈമാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണെന്ന് കാണില്ലേ, അള്ളാഹു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ സഹോദരൻ, ഞാൻ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തിന്റെ കോടിയിൽ ഒരംശമേ നമുക്ക് പരീക്ഷണമുള്ളൂ, അല്ലേ? നമ്മളൊക്കെ അനുഭവിക്കുന്ന നിഅമത്ത്, ഒരു കോടി നിഅമത്തുണ്ടെങ്കിൽ ആ ഒരു കോടിയിൽ ഒരു പരീക്ഷണം നമുക്ക് എന്തുള്ളൂ, തന്നിട്ടുള്ളൂ, അല്ലേ? ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണിന് അയാൾക്ക് അസുഖം വന്നു, നമ്മൾ ചിന്തിക്കാം, അയാൾക്ക് കണ്ണിന് മാത്രമേ അസുഖമുള്ളൂ. അയാളുടെ ശരീരത്തിന്റെ ബാക്കി എല്ലാ അവയവങ്ങളും വളരെ സ്മൂത്തായി എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? അത് നിയമത്തല്ലേ? അള്ളാഹു അയാൾക്ക് ചെറിയ പരീക്ഷണം കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഏതൊരു പരീക്ഷ നമുക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് തലവേദന ഒന്നും, തലക്കല്ല വേദന ഉള്ളൂ, ഇല്ലേ? ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലല്ലോ. എന്ത് അസുഖം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിലും നമുക്ക് അള്ളാഹു തന്ന നിഅമത്തിന്റെ കോടാനുകോടി അംശത്തിൽ ഒരു പരീക്ഷണം എന്ത് ചെയ്തിട്ടുള്ളൂ, അന്ന് തന്നിട്ടുള്ളൂ. അത് ആകത്തുണ്ട്. അത് നമ്മളോടുള്ള പ്രയാസം കൊണ്ടല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട അമ്പിയാക്കന്മാരാണ്. ഈ അമ്പിയാക്കന്മാരിൽ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞ ആൾക്കാർ ആരാണ്? എത്രയുണ്ട്? 5 ആൾ. ആരൊക്കെയാണ്? നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ഉലുൽ അസ്മ്. എന്താ ഈ 5 നബിമാർക്കുള്ള പ്രത്യേകത? 5 നബിമാർക്ക് എങ്ങനെ ഉലുൽ അസ്മ്? എന്താ ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ മനക്കരത്തുള്ളവർ നടത്തും. മക്കൾക്ക് മനക്കരത്തില്ല കേട്ടോ. ലോകത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായവരാണ് ഈ 5 ആൾക്കാരാണ്. അതുകൊണ്ട് ഉലുൽ അസ്മായിരുന്നു. ലോകത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഈ 5 ആൾക്കാരാണ്. അതുകൊണ്ട് ഉലുൽ അസ്മായിരുന്നു. മനസ്സിലായില്ലേ? അതിൽ തന്നെയും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ 2 ഖലീലുകളാണ്, ഇബ്രാഹിം നബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. മനസ്സിലായില്ലേ? അപ്പൊ എത്ര പരീക്ഷണം അള്ളാഹിൻ്റെ അടുത്ത് കൂടുമോ അത്രയും അള്ളാഹുലേക്ക് എന്ത് ചെയ്യാണ് ഒരു മനുഷ്യൻ എടുക്കുക. അതുകൊണ്ട് തന്നെ പരീക്ഷണം വരുമ്പോഴേക്ക് അള്ളാഹുവിനോട് കോപിച്ചിരിക്കുന്നു, അതിന് അള്ളാഹുവിനോട് കാരണം കാണിക്കുന്നില്ലെന്ന് ഒരിക്കലും വിശ്വാസം എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അത് നമ്മൾ സാന്ദർഭികമായി ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതവർ ഉണ്ട് ഒരാൾക്ക് നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു അഖീദ നമ്മൾ എന്ത് ചെയ്യണം, ഈമാന് നമുക്ക് ഉണ്ടാകേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ നിസ്സാരതയും കിബറൊക്കെ നിങ്ങൾ ആലോചിച്ചത് AI കാലഘട്ടം എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ് വലിയ മനുഷ്യന്മാർ ചെയ്യുന്ന പണിയൊക്കെ റോബോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിങ്ങനെ കുത്തിരുന്ന മനസ്സമാധാനം കുത്തിരിക്കുന്ന തൊട്ട മുകളിൽ കൂടെ തലയിൽ കൂടെ വരുന്ന ഉരുളക്കല്ല് തടുക്കാനുള്ള മെഷീനും നമ്മുടെ കയ്യിലില്ല. മനസ്സിലായില്ലേ? ഒരു തെങ്ങിന്റെ ഉയരത്തിലും ഒരു ബിൽഡിങ്ങിന്റെ ഉയരത്തിലൊക്കെ വെള്ളം വന്നാൽ എന്താ കാട്ടുക? നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി എവിടെ നമ്മളെന്തല്ല. ഈ ആളുകളൊന്നും മാറാഞ്ഞ എന്തുകൊണ്ടാ? ഇവിടേക്കൊന്നും വെള്ളം വരില്ല എന്ന് വിചാരിച്ചിട്ടില്ല മാറാഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് മുഖത്തങ്ങാടിക്കൊന്നും വെള്ളം വരില്ല. കേരളം എന്ന് പറഞ്ഞാൽ ശരിക്കും എവിടെയും ഒരു 3 ദിവസം അടുപ്പിച്ച് മഴ ചെയ്താൽ കഴിഞ്ഞില്ലേ? മലന്റെ മുകളിലുള്ളവർക്കും പേടിയാണ്, ചോട്ടുള്ളവർക്കും പേടിയാണ്. പിന്നെ ഇവിടെ കയറിയപ്പോൾ മലന്റെ മുകളിലുള്ളവർക്കും പേടിയാണ്, താഴത്തുള്ളവർക്കും പേടിയാണ്. 3 ദിവസം മഴ ചെയ്താൽ മതി. അപ്പൊ വയനാട് 10 ദിവസമല്ലേ ചെയ്തിട്ടുള്ളൂ. അത്രയുള്ള നമുക്ക് പിന്നെ വലിയ അധികാരം പോലീസും പട്ടാളം ഉണ്ടായിട്ടൊന്നും ഒരു സംഗതി നമുക്ക് വീടിന്റെ തറ അടക്കം പോയി. ഇനി ഒരു അസറും ഇതില്ല, അവിടെ മനുഷ്യന്മാരില്ല, വീടില്ല, തറയില്ല, ഒരു കല്ല് പോലും ബാക്കി വെച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
അപ്പോൾ അതൊക്കെ ദുരന്തമാണ്. പരീക്ഷണം അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇതങ്ങനെ പരീക്ഷണങ്ങൾ വന്നാൽ ക്ഷമിക്കാനുള്ള മനക്കരുത്തും അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അപ്പം ഇതാണ് പിന്നെ ഒമാക്കാനു ഖാലിദീൻ. അതുപോലെ തന്നെ സദഖനാഹും ഫഅൻജയ്നാഹും വമൻ നശാ, നാം ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തും. വാഹിലക്കനൽ മുസ്രിഫീൻ, മുസ്രിഫീങ്ങളായ ആളുകളെ നാം നശിപ്പിക്കുകയും ചെയ്യും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ കാലഘട്ടത്തിലും എല്ലാ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലും ശിക്ഷ വരുമ്പം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ അള്ളാഹ് രക്ഷപ്പെടുത്തുക. ഇപ്പൊ നൂഹ് നബിന്റെ കാലത്ത് പ്രളയം വന്നു. നൂഹ് നബിന്റെ മകനോട് കയറാൻ പറഞ്ഞ നൂഹ് നബി കയറിയോ? ഇല്ല, കയറൂല. അത് കയറാൻ മനസ്സല്ല കൊടുക്കില്ല. കാരണം അള്ളാഹ് നിശ്ചയിച്ചിട്ടില്ല കയറാൻ. ആ നൂഹ് നബിന്റെ മകൻ മുങ്ങി മരിക്കണം അള്ളാഹിനെ നിശ്ചയിച്ച കാരണം എന്താണ്? ഓ മുസ്രിഫാണ്. നൂഹ് നബി പിന്നെ കയറിക്കൊന്ന് ആഗ്രഹിച്ചല്ലോ, ഒരു പിതാവ് ആഗ്രഹിക്കുന്നു, അതുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹ് പറയുന്നു ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും, ഇതാ നിങ്ങളിലേക്ക് നാം ഒരു ഗ്രന്ഥം ഇറക്കി. ലോകത്തിലെ മനുഷ്യന്മാരോട് അള്ളാഹ് പറയാണ് ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ, നാം ഇതാ നിങ്ങളിലേക്കൊരു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഫീഹി ദിക്റുക്കും, അതിൽ നിങ്ങൾക്ക് വേണ്ട ഉത്ബോധങ്ങളെല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് വേണ്ട എല്ലാ ദിക്റുകളും ഉത്ബോധനങ്ങളും അള്ളാഹിന്റെ ഖുർആനിലുണ്ട്. ആ ഖുർആന്റെ വിശദീകരണമായ റസൂലുള്ളാഹിന്റെ സുന്നത്തിലുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അല്ലാഹ് ഇറക്കിയിട്ടുണ്ട്. ആ ഖുർആന്റെ വിശദീകരണങ്ങൾ പ്രവാചകന്റെ ഹദീസുകളിലുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവനൊരു ആത്മപരിശോധന നടത്താനും അവനെ ഉണർത്താനും ഒക്കെ ഉള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ ഖുർആൻ എടുത്ത് മറച്ചു നോക്കിയാൽ മതി. അപ്പൊ അതിന് നമുക്കുള്ള സമാധാനം ഉണ്ടാവും, കിട്ടും. ഞാൻ പറയാം, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് സമാധാനം നൽകുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞേ ലിയത്തഖിദ ശുഹദ എന്നുള്ള ആയത്ത് അല്ലാഹ് ഇറക്കിയതാണ്. യുദ്ധം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇറക്കുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ പ്രവാചകന്റെ ജീവചരിത്രത്തെ വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ജീവചരിത്രം വായിച്ചു നോക്കിയാൽ, ഈ കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ ചരിത്രം അല്ലാഹ് പറഞ്ഞു തരുന്നത് എന്തിനാ? ഇപ്പൊ ഖുർആനിൽ ഒരുപാട് ചരിത്രമുണ്ട്. അധിക ചരിത്രങ്ങളും ഏത് മക്കിയാണോ മദനിയാണോ? മക്കിയാണ്. പ്രവാചകന്മാരെ ചരിത്രം പറഞ്ഞ് ഇറങ്ങിയ സൂറത്തുകൾ അധികം ഇവിടെ ആദരിച്ച് മക്കയിലാണ്. കാരണം എന്താ? അവിടെയാണ് പ്രയാസം ഉള്ളത്. ആ പ്രയാസം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ തസല്ലികൾക്ക് സമാധാനിപ്പിച്ച് അള്ളാഹ് തീർക്കാണ്. എന്താ മൂസാ നബിന്റെ കോമിന്റെ ചരിത്രം പിടിച്ചോ, നൂഹ് നബിന്റെ ചരിത്രം കോമ പിടിച്ചോ, ഷുഐബ് നബിനെ അവിടെ പിടിച്ചോ, സാലിഹ് നബിനെ പിടിച്ചോളി. ഓർക്കൊക്കെ പരീക്ഷണം ഉണ്ടായിട്ട് നിങ്ങൾക്കും പരീക്ഷണം ഉണ്ടാവും, ക്ഷമിച്ചോളി. അതാ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാരെ ചരിത്രങ്ങൾ സൂറത്തുൽ അംബിയ അടക്കം സൂറത്ത്, അങ്ങനെയുള്ള എല്ലാ സൂറത്തുകളും അധികവും മക്കിയായ സൂറത്തുകളാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിമീങ്ങളായ ആളുകളെ സമാധാനിപ്പിക്കാനും അതിൽ നിന്ന് അവർക്കൊരു ഗുണപാഠം കിട്ടാനുമാണ് ഒക്കെ മക്കയിൽ ഇറക്കിയത്. മദീനയിൽ പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യം ഉണ്ടായി. ഇസ്ലാമിൻ്റെ ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ്. ആ ഉയർച്ചയുടെ കാലഘട്ടമാകുമ്പോൾ ഭരണാധികാരികളും അതുപോലെ തന്നെ അങ്ങനത്തെ സംഗതികളും ഇസ്ലാമിൻ്റെ മറ്റു നിയമങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. എന്തുകൊണ്ടാണ് ഇത്? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരോടുള്ള ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു കിതാബ് ഇറക്കി തന്നിട്ടുണ്ട്. ആ കിതാബിൽ നിങ്ങൾക്കുള്ള ദിക്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾക്കും ബാധകമാണ്. അപ്പൊ നമുക്കൊരു ടെൻഷൻ വന്ന്, നമുക്കൊരു പ്രയാസം വന്നാൽ അള്ളാഹിന്റെ ഖുർആനിൽ എന്തുണ്ടാവും? ഇതിന് ശമനം ഉണ്ടാവും. അതായത് ശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ശമനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ തുറക്കണം. ഖുർആൻ വായിക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്തെങ്കിൽ ഖുർആനിൽ നിന്നുള്ള ദിക്ർ എന്തുള്ളൂ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഖുർആന്റെ ഭാഗത്തും മരിച്ചോടത്ത് എന്താ പറയുക, മരിച്ചോടത്ത് ഓതാറുള്ളത് വേറെ ടീമൊക്കെ കഴിഞ്ഞാൽ അത് ചിന്തിക്കണില്ല, മനസ്സിലാക്കണില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് ദിക്ർ ഉണ്ടാവില്ല. ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അമലുകൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ദിക്റുകൾ ഉണ്ടാകുക.
ഇതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വാക്യം നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പീസ് റേഡിയോ ഉണ്ടാവും. എന്നാലും ഈ പീസ് റേഡിയോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രത്യേകിച്ച് പെണ്ണുങ്ങളായ പിന്നെ സ്ത്രീകൾ അവരുടെ വീടുകളിലൊക്കെ ഈ പണിയും കാര്യങ്ങളും തിരക്കൊക്കെ എടുക്കും, അതവിടെ ഓണാക്കി വെച്ചാൽ മതി. ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് കിട്ടും. ഇത് പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ ഇതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല ഇൽമിയായ ക്ലാസ്സുകളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ചോദ്യങ്ങൾ അയക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ പീസ് റേഡിയോയിലുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ പിന്നെ ദീനിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ടെടുക്കാൻ പാടില്ല. അത് അതിൻ്റെ ആളുകളോട് ചോദിച്ച്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളുണ്ടാവും. പിന്നെ ആ സംശയങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സംശയങ്ങൾ അത് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിലൊരു പിന്നെ കാര്യങ്ങൾ പറയേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ മുസീബത്തുകളിലും ദുനിയാവിലും ആഖിറത്തിലും വരാനിരിക്കുന്ന എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.